രാജ്യത്തേക്ക് കര, നാവിക, വ്യോമാതിർത്തികളിലൂടെ വരുന്ന പ്രവാസികളടക്കമുള്ളവർക്കാണ് ഒമാൻ കസ്റ്റംസിന്റെ നിർദ്ദേശം. വിമാനത്താവളത്തിൽ വെച്ച് അജ്ഞാതരിൽ നിന്നും ലഗേജുകളോ സാധനങ്ങളോ സ്വീകരിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. നിരോധിത വസ്തുക്കൾ ബാഗിലുണ്ടെങ്കിൽ പിടിക്കപ്പെടും. പണമോ അമൂല്യ വസ്തുക്കളോ കസ്റ്റംസിൽ വെളിപ്പെടുത്തിയില്ലെങ്കിലും പിടിവീഴും. ഫിലിം പ്രൊജക്ടറുകൾ, അനുബന്ധ സാധനങ്ങൾ, വീഡിയോ ക്യാമറ, സംഗീതോപകരണങ്ങൾ, മൊബൈൽ ഫോണുകൾ, TV, കമ്പ്യൂട്ടർ, മൊബൈൽ പ്രിന്ററുകൾ തുടങ്ങിയവയും വ്യക്തിഗത ആഭരണങ്ങളും കസ്റ്റംസ് തീരുവയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സ്പോർട്സ് ഉപകരണങ്ങൾക്കും ഇളവുണ്ട്. സിഗരറ്റ് കൈവശം വെക്കണമെങ്കിൽ 18 വയസ്സ് തികഞ്ഞിരിക്കണം. മരുന്നുകൾ, യന്ത്രോപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ജീവനുള്ള മൃഗങ്ങൾ, സസ്യങ്ങൾ, വളം, കീടനാശിനി തുടങ്ങിയവ കൊണ്ടുവരണമെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ അംഗീകാരം വേണം. മാധ്യമപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങൾ, ട്രാൻസ്മിറ്ററുകൾ, ഡ്രോണുകൾ, വയർലെസ് ഉപകരണങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയ്ക്കും അനുമതി ആവശ്യമാണ്. ആയുധങ്ങൾ, മയക്കുമരുന്ന്, സ്ഫോടക വസ്തുക്കൾ, റൈഫിളുകൾ, അപകടകാരികളായ കളിപ്പാട്ടങ്ങൾ, സൈനിക യൂണിഫോമിന് സമാനമായ വസ്ത്രം, ആനക്കൊമ്പ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിന് നിരോധനമുണ്ട്. 6000 ഒമാനി റിയാൽ വരുന്ന പണം, ചെക്കുകൾ, അമൂല്യലോഹങ്ങൾ, സ്വർണം, വജ്രം തുടങ്ങിയവ കൈവശമുള്ള യാത്രക്കാർ ഇക്കാര്യം കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കസ്റ്റംസ് വെബ്സൈറ്റ് മുഖേന ഡിക്ലറേഷൻ നടത്താം. യാത്രികർ തെറ്റായ വിവരങ്ങൾ നൽകിയാലും 3 വർഷം വരെ തടവും 10,000 റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്നും കസ്റ്റംസ് അതോറിറ്റി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.